ഹലോ ഫ്രണ്ട്സ്, അബിടെക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് പരമായിട്ടുള്ളൊരു സംഭവമാണ്. പച്ചവെള്ളത്തിൽ നിന്നും എങ്ങനെ നമുക്കൊരു ഇലക്ട്രിസിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ സൂപ്പർ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ട ഇതേപോലത്തെ ഒരു ബാറ്ററിയാണ് വേണ്ടത്. ഇതിൻ്റെ ചാർജൊക്കെ തീരുന്നൊരു ബാറ്ററിയാണ്. നമുക്ക് പഴയ ഒരു ബാറ്ററിയാണ് ആവശ്യം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഇൻസുലേഷൻ നമുക്ക് ഇളക്കി കളയാം. നമുക്ക് ഇതിനകത്തുള്ള കാർബണും സിങ്കുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ മേളിലുള്ള ഈ ഇൻസുലേഷനെയൊക്കെ ഇതേപോലെ ഇളക്കി കളയാം. ഇതുപോലെ ഇളക്കി കളയുമ്പോൾ നമുക്ക് ഈ വെള്ളിയായിട്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സിങ്ക്. ഇതിനകത്താണ് നമ്മുടെ കാർബണും സിങ്ക്. നമുക്ക് ആദ്യം മെയിനായിട്ട് വേണ്ടത് ഈ സിങ്കാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ മേളത്തെ ഈ അടപ്പിനെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഈ സ്ക്രൂ ഡ്രൈവർ ഇട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് ഇളകി പൊയ്ക്കോളും. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം നമുക്ക് ആക്സാ ബ്ലേഡ് ഇട്ടൊന്ന് അറുത്ത് കൊടുക്കാം. എന്നാലേ ഇത് ഇളകി വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ഇത് ഇളക്കിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഈ കറുത്ത സംഭവമാണ് ഇതിൻ്റെ കെമിക്കൽ. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഈ കെമിക്കലൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് ആക്സാബിൾ ഇട്ട് ഒരു സൈഡ് മാത്രം ഇങ്ങനെ അറുത്ത് കൊടുക്കാം. കുറച്ച് അറുത്തതിന് ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പ്രസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കുത്തി കുത്തി അതിനങ്ങ് ഇളക്കിയെടുക്കാം. ഇനി അടുത്ത് ഈ സൈഡും കൂടെ ഒന്ന് ഇത് അതേപോലെ നമ്മൾ നേരത്തെ അപ്പുറം ചെയ്ത പോലെ ആക്സൈഡായിട്ടൊന്ന് പോറിയെടുക്കാം. ഇത് രണ്ട് സൈഡും ഇതേപോലെ എടുത്തതിന് ശേഷം നേരത്തെ എടുത്ത സ്ക്രൂ ഡ്രൈവർ നമ്മുടെ അറുത്ത ഭാഗത്തോട്ട് ഇങ്ങനെ ഇതേപോലെ ആക്കി കൊടുത്താൽ ഇത് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ഈ സിങ്ക് ഇളകി വരണം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പ്രസ് ചെയ്താൽ മാത്രം മതി, അപ്പോഴത്തേക്ക് ഇത് കീറി വരണം കാണാൻ പറ്റും. ഇതേപോലെ പയ്യെ പയ്യെ പ്രസ് ചെയ്താൽ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ കയറിക്കൊണ്ട് വലിയ അപകടമൊക്കെ വരും, കൈയൊക്കെ മുറിയും. എന്താ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള ഈ കെമിക്കലൊക്കെ നമുക്ക് ഇളകി കളയണം. കെമിക്കലൊക്കെ നമുക്ക് കളയരുത്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഈ പ്ലേറ്റ് മാത്രമാണ് ആവശ്യം. ഈ സിങ്ക് പ്ലേറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പ്ലേറ്റാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പ്ലേറ്റും വേണം. അതേപോലെ തന്നെ നമുക്കിതാ ഈ ഒരു സംഭവം ഉണ്ടോ, ഇതാണ് കാർബൺ. ഈ കാർബണും കൂടെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഈ കാർബണും ആ ഹീറ്റ് സിങ്കും ഒരു ആനോടും കാതോടും പോലെയാണ് നമ്മുടെ ഈ പരീക്ഷണത്തിൽ വർക്കാവുന്നത്. നമുക്കിതിനെ എടുത്ത് കളയാം. ഈ ഈ പേപ്പറൊക്കെ നമുക്ക് മാറ്റാം. എന്നിട്ട് ഈ ഭാഗത്തിന് നമ്മൾ ഒരു ചെറിയ പ്ലെയർ എടുത്തിട്ട് അതിനങ്ങ് ഇളകി കളയാം. ഇതേപോലെ അങ്ങ് ഇളകി കളയാം. ഇതേപോലെ നമ്മൾ ഇളക്കി കളയുമ്പോൾ ഇതേപോലെ നമുക്ക് കാർബണും കിട്ടിയിട്ടുണ്ട്, ഇതേപോലെ ഹീറ്റ് സിങ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അതേപോലെ 6 ബാറ്ററിയിലെ സിങ്കും കാർബണും കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും വെച്ചാണ് നമ്മുടെ പച്ചവെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നമുക്കിനി ഈ ഓരോ നമ്മുടെ ഈ കാർബണിലും നമ്മുടെ ഈ സിങ്കിലും ഓരോ വയർ വീതം കൊടുക്കേണ്ടതുണ്ട്. ഞാനതിപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലെ ഒരു വയർ വേണം. ഈ വയറിനടുത്ത് നമ്മുടെ ഈ കാർബൺ നമ്മൾ നേരത്തെ എടുത്ത കാർബണിലോട്ട് നമുക്ക് ഒരു വയർ ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് രണ്ട് ചുറ്റുചുറ്റി നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്നായി.
അതേപോലെ തന്നെ ഒരു വയറും കൂടെ എടുക്കണം. ഒരു വയറും കൂടെ എടുത്തിട്ട് നമ്മുടെ ഹീറ്റ് സിങ്കിൽ നേരത്തെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോളിലോട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ എല്ലാ ഹീറ്റ് സിങ്കിലും ഇതേപോലെ ഓരോ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ഈ വയർ കയറ്റാം. എന്നിട്ട് അതും അതേപോലെ തന്നെ ഇവിടെ നിന്ന് ജോയിൻറ്റ് ചെയ്ത് വയ്ക്കാം. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആനോടും കാതോടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്യണം. നമ്മളിനി ബാക്കി ചെയ്യാൻ പോകുന്നത് ഇത് രണ്ട് സൈഡിലെ 2 ടെർമിനലായിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ബാക്കി ഉള്ള ഇതേപോലത്തെ ബാക്കിയുള്ള എല്ലാ സിങ്കും നമ്മളെ കാർബണും സീരീസ് ആയിട്ട് വേണം നമുക്കിനി കണക്ട് ചെയ്യാം. അതിന് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഹീറ്റ് സിങ്കിലോട്ട് നമ്മുടെ ഒരു വയർ എടുത്ത് നമുക്ക് ഈ ഹീറ്റ് സിങ്കിലോട്ട് കൊടുക്കാം. അതേപോലെ നമ്മൾ എല്ലാത്തിലും ഹോൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഒരു ഹീറ്റ് സിങ്കിലോട്ട് ഒരു വയർ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഈ അറ്റം നമ്മൾ എടുത്ത് വെച്ച ഒരു കാർബണിലോട്ടും കൂടെ ജോയിൻ്റ് കൊടുത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് സീരീസ് ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാ ഹീറ്റ് സിങ്കുകളും ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കണം. നമ്മൾ എക്സ്ട്രാ ഇതിൽ 2 ഹീറ്റ് സിങ്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പവർ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. അടുത്തിനി കാർബൺ എടുത്ത് അതിൻ്റെ ഒരറ്റത്താറ്റി ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ എല്ലാ കാർബണും സിങ്കും നമ്മളിവിടെ ഓരോ വയർ വീതം ഇതേപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്ലാസ്സുകളാണ്. നമുക്ക് ആ ഗ്ലാസ്സുകളാണ് ഇത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതാണ് ഓരോ സെല്ലായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടെ 8 ഗ്ലാസ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം വീത്തി കൊടുക്കാം. സാധാരണ പച്ചവെള്ളം നമുക്ക് വീത്തി കൊടുക്കാം. എല്ലാ ഗ്ലാസ്സിലും നമുക്ക് ഒരേപോലെ വീത്തി കൊടുക്കണം. ഈ ഓരോ ഗ്ലാസ്സും എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സെല്ലുകളാണ്. ഇതേപോലെ എല്ലാത്തിലും ഒരേപോലെ അങ്ങ് വീതി കൊടുത്താൽ. അപ്പോൾ നമ്മളെല്ലാ ഗ്ലാസ്സുകളിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കാർബണും സിങ്കും കൂടെ ഏറ്റവും ബാക്കിലത്തെ 2 ഗ്ലാസ്സിലായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്ത്, ഇനി അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കാർബണും സിങ്കും ഏറ്റവും ബാക്കിലത്തെ ഗ്ലാസ്സിലും ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിലും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നോക്കേണ്ടത് നമ്മുടെ ഈ കാർബണും സിങ്കും ഒരുമിച്ച് മുട്ടി നിൽക്കാൻ പാടില്ല. അതിനനുസരിച്ച് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പരീക്ഷണം വർക്കാവത്തില്ല. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടെ കാർബണാണ് ഇട്ടത്. അപ്പോൾ കാർബൺ ഇടുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹീറ്റ് സിങ്കാണ് നമുക്ക് ഇടേണ്ടത്. ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്ഥലത്ത് അതേപോലെ തന്നെയാണ്. കാർബണിൻ്റെ ഭാഗത്ത് നമ്മൾ സിങ്ക് ഇട്ട് കൊടുക്കണം. കാർബൺ ഇതിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ മുട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അപ്പുറ സൈഡ് നോക്കി ഇതേപോലെ തന്നെ ചെയ്യാം. കാർബണും സിങ്കും അത് കഴിഞ്ഞ് കാർബണും സിങ്കും വീണ്ടും. അപ്പോൾ നമ്മൾ സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാർബണും സിങ്കും കൂടെ ഉണ്ട്. അതും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരെ നമ്മുടെ
സിങ്ക് അകത്തോട്ട് മുങ്ങി നിൽക്കത്തുള്ളൂ. ഇത്ര മതിയാവും. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഓരോ ഗ്ലാസും ഓരോ സെല്ലായിട്ടാണ് ഇവിടെ വർക്കാവുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എക്സ്ട്രാ ഇതേപോലത്തെ ഓരോ വയറ് വീതം ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സിങ്കുകൾ എടുക്കണം. സിങ്കും പിന്നെ നമ്മൾ കാർബണും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ 2 എണ്ണം കൂടെ എടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സിങ്ക് പ്ലേറ്റ് നമ്മളിവിടെ കാർബണാണ് സെറ്റ് ചെയ്തിട്ടത്. അപ്പോൾ ഈ സിങ്ക് പ്ലേറ്റ് നമ്മൾ ഈ കാർബൺ കിടക്കുന്ന ഗ്ലാസ്സിലോട്ട് മുക്കി വയ്ക്കണം. അത് കഴിഞ്ഞ് ഈ കാർബൺ നമുക്ക് ഈ സിങ്ക് പ്ലേറ്റ് കിടക്കുന്ന ഗ്ലാസ്സിലോട്ട് മുക്കി വയ്ക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റും ചെയ്ത് നോക്കണം നമ്മുടെ ഈ സെല്ലുകൾ വർക്കാവോ ഇല്ലെന്ന്. ഞാൻ അതിനുവേണ്ടി ഇതേപോലത്തെ ഒരു LED ലൈറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ LED ആണ് നമ്മൾ വെച്ച് നോക്കാൻ വേണ്ടി പോണത്. നമ്മുടെ ഈ കാർബൺ റോഡ് കൊടുത്ത ഈ വയറിലോട്ട് നമ്മൾ പോസിറ്റീവും കൊടുക്കണം. നമ്മുടെ സിങ്ക് റോഡ് ഇട്ട ഈ വയറിലോട്ട് നമ്മൾ നെഗറ്റീവും കൊടുക്കണം. നമുക്കിനി കൊടുത്തു നോക്കാം, ഇത് വർക്കാവോ ഇല്ലെന്ന് നോക്കാം. നമ്മുടെ ലൈറ്റ് ഇവിടെ തെളിയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വെറും പച്ച വെള്ളത്തിലാണ് ഈ ലൈറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ഫേക്കും തന്നെ ഇല്ല. 100% നിങ്ങൾ നോക്കിയാൽ വർക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 100% ഇത് വർക്കാവുന്നതാണ്. നമ്മൾ വെറും പച്ച വെള്ളത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാണിച്ചു തരാം. ഇവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ജോയിൻ്റ് ചെയ്ത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ റോഡ് അതിൽ നിന്ന് ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓഫ് ആവില്ലേ നമുക്ക് നോക്കാം. നോക്കിക്കോ, കണ്ടോ? ഇത് പൊക്കുമ്പോൾ ഓഫായി, ഇവിടെ വെള്ളത്തിലോട്ട് മുക്കുമ്പോൾ ഓണാവും. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അനേബിൾ ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ ഇത് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഒരു എക്സിബിഷന് വേണമെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് പോകാമെന്നുള്ള